പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ എടുത്തു പറയണം. ഒന്ന്, ഇത് KNMന്റെ വേദി എന്നാണ് ഈ പ്രസംഗം, വേറെ എവിടുന്നും അല്ല, ആരെങ്കിലും കെട്ടിക്കൊടുത്ത വേദിയല്ല, KNMന്റെ വേദി. 2, ഇത് ആദർശ വിശദീകരണമാണ് രണ്ടാമത്തത്. 3-മത്തത് അൽ-ഇസ്ലാഹ് പൊക്കിപ്പിടിച്ച് അത് ആ ഭാഗം സ്ക്രീനിൽ കാണിച്ചിട്ടാണ് 22 ക്യാരറ്റ് ഷിർക്ക് എന്ന് മർക്കസ് ദാവ, അന്നത്തെ മടവൂർ വിഭാഗം, അങ്ങാടികളിലൂടെ വിളിച്ച് പറഞ്ഞതിന് ഇയാൾ കൊടുക്കണ മറുപടി 22 ക്യാരറ്റ് ഷിർക്കാണ് എത്ര എന്ന് പറഞ്ഞിട്ട് ഷിർക്കല്ല എന്ന് വിശദീകരിക്കണം. ഈ 3 കാര്യം എന്ത് ചെയ്യണം, ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പണ്ഡിത സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം മഹാനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലയെ അംറബിനുൽ ലുഗയ്യിനോട് വിശേഷിപ്പിച്ചപ്പോൾ അതിന് ഒരു അരവരി തെളിവ് കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അയാൾ ഇവിടുത്തെ സൂഫിൻ്റെ മുമ്പ് പോയിട്ട് എന്താ പറഞ്ഞത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ് മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി, പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി ഞങ്ങൾ അവിടെ പറഞ്ഞത്. ആദർശ രംഗത്തുള്ള ചർച്ചകൾ മാഷാ അല്ലാഹ് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഒരു സാമ്യത നമുക്ക് തോന്നുന്നത്, സമസ്തയാണെങ്കിലും ഈ CD ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും മർക്കസ് ദഅവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ അവർക്ക് ആശയത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചൊരേ സ്വരത്തിൽ. നമുക്കറിയാം, ആദർശപരമായൊരു അട്ടിമറി യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. ശരിക്ക് ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു നൂറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചു പോകുന്ന ആശയത്തിൽ ഒരു അട്ടിമറിയും വരുത്തിയിട്ടില്ല. ശരിക്കും അട്ടിമറി വരുത്തിയത് ആരാണ്, അതിനുവേണ്ടി അവരെന്താണ് ചെയ്തത്? ഇവിടെ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പറയാം, അതായത് ഇപ്പോൾ ഈ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല, ഉറങ്ങിയ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉണർത്താം. ശരിക്കും എന്താ വെച്ചാൽ ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഉറക്കം നടിച്ച് അങ്ങാടികളിലും കവലകളിലൊക്കെ ഇങ്ങനെ ഓടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരെ കാണുന്നവർ ശരിക്കും മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് എന്ത് ചെയ്യണത്, തെറ്റിദ്ധരിക്കണത്. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പം എങ്ങനെയായോ, ഷിർക്കിൻ്റെ ആൾക്കാരായോ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരായോ എന്ന നിലക്ക് ചിലരെങ്കിലുമൊക്കെ സംശയിച്ചു പോകുന്നു ഇവർ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഒരു ആദർശത്തിലൂടെ അട്ടിമറി നടന്നിട്ടുണ്ട്, അതിന് മുജാഹിദ് വക്താക്കൾ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ കാരണക്കാരല്ല, അതാരാന്നുള്ളത് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ള പദമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അധീനം, ഭൗതികം, അഭൗതികം, സാധാരണം, അസാധാരണം, സൃഷ്ടി കഴിവ്, സൃഷ്ടാവിൻ്റെ കഴിവ്. ഇതെല്ലാവർക്കും ഇപ്പോൾ ആര് കേട്ടാലും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ മർമ്മം എന്താണ് തൗഹീദ് എന്ന് സമൂഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ, ഒരു കൃത്യതയും വ്യക്തതയും പ്രമാണങ്ങൾ പറഞ്ഞ പ്രകാരം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉൾക്കാഴ്ചയുള്ള വിവേകമുള്ള പണ്ഡിതന്മാർ, ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ എഴുത്തുകളിൽ നടത്തിയ പ്രയോഗങ്ങളാണിതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി അവർക്ക് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ തെളിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തെളിവാണ്. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അള്ളന്നെ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിനെ കഴിവുള്ള പോലെ ഒന്നിനും കഴിവില്ല, അള്ളാഹു അറിയുന്ന പോലെ ഒന്നും അറിയില്ല, അള്ളാഹുവിന് തുല്യരായി ആരുമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പണ്ഡിതന്മാർ കൃത്യമായി പ്രയോഗിച്ചും പഠിപ്പിച്ചും പോകുന്നത്. മറ്റൊന്ന്, ഇവിടെ മരണപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്ക് അഭൗതികമായി സഹായിക്കാനും കേൾക്കാനും കാണാനും കഴിയും. ഇത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നൊരു കാര്യമല്ല, അള്ളാഹ് പലർക്കും അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന നിലക്ക് ഇവിടെ പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്ന, വാദിക്കുന്ന അപകടകരമായൊരു സാഹചര്യം ഉണ്ടായി. അതിനുവേണ്ടി ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതേപോലെ ദുർബലമായ പല കഥകളും പല വാക്കുകളൊക്കെ എടുത്തു കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അന്ന് ഇത് വെച്ചിട്ടാണ് ആ പണ്ഡിതന്മാരെന്തായത്,
സൃഷ്ടാവിൻ്റെ കഴിവ് സൃഷ്ടികളിൽ ആർക്കും അല്ല കൊടുത്തിട്ടില്ല. അത് പ്രവാചകന്മാർക്ക് എന്നല്ല, മലക്കുകൾക്ക് എന്നല്ല, മനുഷ്യർക്കോ ജിന്നുകൾക്കോ മരങ്ങൾക്കോ സസ്യങ്ങൾക്കോ ജന്തുക്കൾക്കോ ആർക്കും അല്ല കൊടുത്തിട്ടില്ല. കാരണം അള്ളാഹുവിനെ പോലെ എന്തില്ല, ആരുമില്ല. അള്ളാഹുവിൻ്റെ കഴിവ് അവന് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ മറുപടി ഇത് ഒരു നൂറ്റാണ്ട് കാലമായി കൃത്യമായി കൊടുത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആയത്തിനെ പിന്നെ ദുർവ്യാഖ്യാനിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹദീസിനെ നിഷേധിക്കേണ്ട അവസ്ഥ, കളവാക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആയത്തിനോ ഒരു ഹദീസിനോ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞ് ഒളിച്ചോടേണ്ട അവസ്ഥ എന്തായിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള പണ്ഡിതന്മാർക്ക് അങ്ങനത്തെ ഒരു ഗതികേടുണ്ടായിട്ടില്ല. ഇപ്പോൾ കെ എം മൗലവി റഹിമഹുല്ല ആകട്ടെ, അതുപോലെ പി കെ മൂസ മൗലവി റഹിമഹുല്ല ആകട്ടെ, അതുപോലെ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല ആകട്ടെ, മൊയ്ദ് മൗലവി റഹിമഹുല്ല ആകട്ടെ, സെയ്ദ് മൗലവി റഹിമഹുല്ല ആകട്ടെ, ഉമർ മൗലവി ആകട്ടെ, അമാനി മൗലവി റഹിമഹുല്ല, ആരാകട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല വരെ, കെ പി, എല്ലാ പണ്ഡിതന്മാരും എടുത്തു നോക്കുക, ആർക്കും അങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ടില്ല. എന്നാൽ 2000-ൽ പിന്നെ ചില ആളുകൾ ആദർശത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി, അതുപോലെ തന്നെ സംഘടനാപരമായിട്ടും ഭൗതികമായിട്ടും പല താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില ആളുകൾ അനുസരണക്കേട് കാണിച്ച് ഓരോരതായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അന്ന് തന്നെ ഉമർ മൗലവി റഹിമഹുല്ല അടക്കം, കെ പി റഹിമഹുല്ല അടക്കം, മുഹമ്മദ് മൗലവി റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാർ അത് ശാസിക്കുകയും അതിനെ അവർക്ക് ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുക്കാൻ നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് എന്തില്ല, അത് ചെവി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർ കണ്ട ലക്ഷ്യത്തിലേക്ക് അവർ ഓടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർക്ക് തക്കതായ കാരണം സമൂഹത്തിന് കാണിച്ചു കൊടുക്കണമല്ലോ. ഇത് ആദർശപരമായ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ വിട്ടു നിന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നൊരവസ്ഥ എത്തിയപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അവർ തൗഹീദ് നമുക്ക് എടുക്കാൻ തുടങ്ങി. അതേപോലെ പ്രമാണങ്ങൾക്ക് നേരെ അവർ തിരിയാൻ തുടങ്ങി. അപ്പോൾ തൗഹീദ് നമുക്ക് അവരെടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചു വന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ പിൻബലത്തിൽ പഠിപ്പിച്ചു വന്ന ആ റൂട്ടിൽ നിന്ന് അവരൊന്നിങ്ങനെ തെറ്റിത്തുടങ്ങി. അതായിരുന്നു പിന്നെ മലക്കുകൾക്കും ജിന്നുകൾക്കൊക്കെ എന്തുണ്ട്, അഭൗതികമായ കഴിവുണ്ട്, അവർ അഭൗതിക ശക്തികളാണ്. ഇപ്പോൾ സലാം സുല്ലമി എഴുതിയത്, അബ്ദുസലാം സുല്ലമി എഴുതിയത് അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്നാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. അതങ്ങനെ എഴുതി ഇനി അങ്ങനെ വിശ്വസിക്കാത്തവർ ഷിർക്കിലും കുഫറിലുമാണ് അകപ്പെടുക എന്ന് വരെ എഴുതി. ഷിർക്കിലും കുഫറിലും അകപ്പെടും എഴുതി. അതേപോലെ തന്നെ മൗലവി വിഭാഗം മുഷിരിക്കുകൾ എന്ന് സമസ്ത പ്രസിദ്ധീകരണത്തിന് അഭിമുഖം കൊടുത്തു. അങ്ങനത്തെ ഒരവസ്ഥ എത്തി. 2007-ൽ ബഹുമാനനായ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പിന്നെ പുരോഹിതന്മാർക്ക് മറുപടി കൊടുത്ത് എഴുതിയ ലേഖനം, ആ ലേഖനം എടുത്തു വെച്ച് ഇവർ കബളിപ്പിക്കാൻ തുടങ്ങി. കബളിപ്പിക്കുക മാത്രമല്ല, ആ ലേഖനം എന്താണ്, ആ ലേഖനം എന്തിനാണ് എന്നിവർ പറഞ്ഞു കൊടുത്തില്ല. അതേപോലെ ആ ലേഖനത്തിലെ വിഷയം എന്താണ് അതിവർ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തില്ല. അതുപോലെ തന്നെ ആദർശ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ജബ്ബാർ മൗലവി റഹിമഹുല്ല ആ ലേഖനം എഴുതിയത്, അതിവർ മറച്ചു വെച്ചു. ഇവർ മാത്രമല്ല, ഇവരെ കൂടെ സൗഹൃദത്തിന് വേണ്ടി ആരുണ്ടായി, സമസ്തക്കാരുണ്ടായി. അതിൽ കേമനായിരുന്നു ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന അമ്പലക്കട ഹമീദ് വൈസി. മൂപ്പരിപ്പോൾ ഏത് ആദർശം കൊണ്ടാണ് ജീവിക്കുന്നത് മൂപ്പർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഈ രണ്ട് ടീമും ബായ് ബായ് ചങ്ങായിമാരായിട്ട് എന്ത് ചെയ്തു, ചങ്ങാതിമാരായി കൂട്ടുകാരായിട്ട് ജബ്ബാർ മൗലവി റഹിമഹുല്ല ഇതാ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പ്രചരിപ്പിച്ചപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെയാണ് ഈ ആക്രമം, അതേപോലെ തന്നെ ഈ അന്യായം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അക്കാലത്തെ പ്രഭാഷകർ എന്ത് ചെയ്തു, അതിന് കൃത്യമായി മറുപടി കൊടുത്തു പോന്നു. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കേൾക്കാം. 22 ക്യാരറ്റ് ചെറുക്കാണ്, ഒരു കുറവില്ല കേട്ടോ, കറക്റ്റ് 22 ക്യാരറ്റ് ചെറുക്കാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്ക്, ഇനി എൻ്റെ കുറവ് വേണ്ട, ഞാനും കൂടെ ഒന്ന് വായിച്ചുതരാം, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ, അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി.
എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ വളരെ കൃത്യമാണ്. അതെ, കൃത്യം. ഇതിപ്പോ എന്താ പറയുക, ഇതിപ്പോ അന്ന് KNMന്റെ പ്രഭാഷകനായിരുന്നു, പക്ഷെ ഇന്നിപ്പോ സീരി ടവറിന്റെ പ്രഭാഷകനായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഏതായാലും നമുക്ക് ഒന്ന് വിശദീകരിക്കാം. ഇതിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ എടുത്ത് പറയണം. ഒന്ന്, ഇത് KNMന്റെ വേദി എന്നാണ് ഈ പ്രസംഗം, വേറെ എവിടുന്നുമല്ല, ആരെങ്കിലും കെട്ടിക്കൊടുത്ത വേദിയല്ല, KNMന്റെ വേദി. 2, ഇത് ആദർശ വിശദീകരണമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അൽ-ഇസ്ലാഹ് പൊക്കി പിടിച്ച് അത് ആ ഭാഗം സ്ക്രീനിൽ കാണിച്ചിട്ടാണ് 22 ക്യാരറ്റ് ഷിർക്ക് എന്ന് മർക്കസ് ദാവ അന്നത്തെ മടവൂർ വിഭാഗം അങ്ങാടികളിലൂടെ വിളിച്ച് പറഞ്ഞതിന് ഇയാൾ കൊടുക്കണ മറുപടി 22 ക്യാരറ്റ് ഷിർക്കാണ് അത്ര എന്ന് പറഞ്ഞിട്ട് ഷിർക്കല്ല എന്ന് വിശദീകരിക്കണം. ഈ 3 കാര്യം എന്ത് ചെയ്യണം, ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പ്രഭാഷകൻ അയാളുടെ ഒരു അഭിപ്രായം പറഞ്ഞല്ല, അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആദർശവേദിയിൽ ആദർശം വിശദീകരിക്കുമ്പോൾ ഇതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞതാണ്. അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനം. ഇനി അടുത്തൊരു 3 കാര്യം. ഒന്ന്, ഇത് വായിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? അന്നത്തെ അലിമദനെ പറ്റി. ഇതിൽ ഗവേഷണം നടത്തുന്നു. ആരെ കുറിച്ചാണ് പറഞ്ഞത്? അലിമദനെ കുറിച്ച്. ഇത് 22 ക്യാരറ്റ് ഷിർക്കാന്ന് പറയുന്നു. ആര്? അലിമദന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതേ വ്യക്തി ഇപ്പം എന്ത് ചെയ്യാണ്? ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സീരി ടവറിൻ്റെ വേദിയിൽ നിന്നാണ് അവരുണ്ടാക്കിയ ആദർശമാണ് വിശദീകരിക്കുന്നത്. അവർ ഇതേപോലെ അൽ-ഇസ്ലാഹ് എന്ത് ചെയ്യുന്നു? മുജാഹിദുകൾക്ക് നേരെ എടുത്ത് കാണിക്കുന്നു. ശരിക്കും എന്താ വെച്ചാൽ അട്ടിമറി എവിടെ നടന്നു എന്നുള്ളത് ഇതുമെന്ന് എന്ത് ചെയ്യും? കിട്ടും. ഇനി അദ്ദേഹം തന്നെ പ്രയോഗിച്ച 2-3 വാക്കുകളുണ്ട്. ഇനി അങ്ങനെ മൂപ്പർക്ക് ആയോന്ന് അറിയില്ല. എന്ത് വിവരമുള്ളവർന്ന് അന്ന് പറഞ്ഞു, മൂപ്പര് വിവരം പോയോ എന്നുള്ളത് ഇനി മൂപ്പര് പറയട്ടെ. അതേപോലെ തന്നെ പോഴന്മാരെന്നൊരു പ്രയോഗം അന്ന് അവരെ പറ്റി പറഞ്ഞു. നമ്മളെ നേരെ ഷിർക്ക് ആരോപിച്ചവരെ പറ്റി അന്ന് അവർ പോഴന്മാരാന്ന് മൂപ്പരനെ പറഞ്ഞാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ആ അവസ്ഥയ്ക്ക് മൂപ്പരെത്തിയോ നമുക്കറിയില്ല. കാരണം ഞങ്ങൾ വിവരമുള്ള ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഉള്ളത്. ഇനി മറ്റൊന്ന്, മുജാഹിദുകൾക്ക് തിരിഞ്ഞു എന്ന് അവിടെ പറഞ്ഞു. ശരിക്കും മുജാഹിദുകൾ തിരിഞ്ഞോട് തന്നെ ഇപ്പോൾ ഉള്ളത്. ആ തിരിഞ്ഞ മുജാഹിദുകളാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്? ആദർശവുമായിട്ട് കൃത്യമായി പോകുന്നത്. ഇനി ഇവിടെ ഉണ്ടായ വിഷയം എന്താ? ഇവിടെ അട്ടിമറി എങ്ങനെ നടന്നു എന്നുള്ളതാണ്. 2000-ൽ ഉണ്ടായ അതേ സ്വഭാവം, അഥവാ ഈ ഒരു സംഘടനാ മോഹം, അതേപോലെ തന്നെ ഭൗതികമായ പല താല്പര്യങ്ങൾ, അതേപോലെ ഈ 10 കൊല്ലം നടന്ന ആളുകളോട് എന്തോ ഒരു സ്നേഹം, വല്ലാത്തൊരു ഇഷ്ക് തോന്നി അവർക്ക്. അങ്ങനെ 2010-ൽ വീണ്ടും എന്ത് ചെയ്യാണ്? ഇതൊന്നുകൂടി തീരുമാനമാക്കണം എന്നുള്ള അജണ്ടയ്ക്ക് ചില ആൾക്കാർ എത്തുകയാണ്. ആ എത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു തൗബ, ഭയങ്കരമായൊരു തൗബ, അത്തൂബു ഇലല്ലാ എന്നൊക്കെ പറഞ്ഞ് ഒരു തൗബ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ തൗബ നടത്തിയിട്ടില്ല, അതിൻ്റെ പേരിൽ കളവ് പറയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുടുക്കിൽപ്പെട്ടു. ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നാടകം കളിച്ചു. പിന്നെ അത് പിടിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ച ആളല്ല എന്ന നിലയ്ക്ക് എന്ത് ചെയ്തു? അയാൾ എന്നെ വരുത്തി തീർത്തു. ഇനി ഇത് എന്തുകൊണ്ട് അട്ടിമറി നടന്നു? അത് വെച്ചാണ് നമ്മൾ ഒരു 10 ചോദ്യം. കാരണം നമുക്ക് ആദർശത്തിൽ എന്തോ പ്രശ്നം വന്നു, നമ്മൾ ഷിർക്കിലൂടെ ഒഴുകുകയാണ്, ഷിർക്കിലൂടെ നീന്തുകയാണ്, എന്തൊക്കെ ഇപ്പോൾ ചില ആൾക്കാർക്ക് പറയേണ്ടതിന് അറിയുന്നില്ല. കാരണം അതങ്ങനെ തന്നെയാണ്. തൗഹീദമെന്ന് വിട്ടാൽ പിന്നെ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണല്ലോ, പിന്നെ എന്താ ഏതാ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കോഴിക്കോട് നമ്മുടെ ആദർശ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ചോദ്യമാണ്. 5/6/2011 CD ടവറിൽ പ്രത്യേകമായ ഒരു യോഗം ചേർന്നു, ഒരു മീറ്റിംഗ്. അബ്ദുറഹ്മാൻ സലഫി ആ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണ്? കുടുങ്ങിയിട്ടാണെങ്കിലും വേണ്ടി നമുക്ക് ഷിർക്കാന്നാണ് പറയുക. ഏത്? ഈ കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ പിന്നെ ഭൗതികമായിട്ടുള്ള ഈ ഇടപെടൽ, ഭൗതികമായിട്ടുള്ള ഈ കാര്യം, ഇത് കുടുങ്ങിയാലും വേണ്ടി നമുക്കാണ് ഷിർക്കാന്ന് പറയുക. ഈ കുടുങ്ങാനുള്ള തെളിവോടുന്ന കിട്ടിയത് അങ്ങനെ വേണമല്ലോ. ഒരാൾ അഭിപ്രായത്തിന് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. അപ്പോൾ ആ കുടുങ്ങാനുള്ള തെളിവ് എവിടുന്നാണ് കിട്ടിയത്? അതാണ് അട്ടിമറി. ഈ മീറ്റിങ്ങോടുകൂടി ആദർശ അട്ടിമറി എന്ത് ചെയ്തു? അവർ പിന്നെ കൃത്യമായി അത് ആ പ്ലാൻ ചെയ്ത രൂപത്തിലേക്ക് അവർ മാറ്റിയെടുത്തു. അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഡേറ്റ് ഇവർ മറക്കണ്ട. ഈ ഇപ്പോഴത്തെ സീരി ടവർ പ്രഭാഷകർ എന്ത് ചെയ്യണ്ട? ആ ഡേറ്റ് മറക്കണ്ട. 5/6/2011 ഷിർക്കാക്കുക, കുടുങ്ങിയാലും ഷിർക്കാക്കുക.
അതിനുള്ള തെളിവ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ താല്പര്യം എന്തായിരുന്നു, അത് പറയട്ടെ. രണ്ടാമത്തത് ഉമർ മൗലവി റഹിമഉള്ള ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ യാ ഇബാദല്ല എന്ന ഒരു ദുർബല ഹദീസും പൊക്കി പിടിച്ചുകൊണ്ട് ഷിർക്കിന് വേണ്ടി ഓടുക എന്നൊക്കെയാണല്ലോ പറയണത്. ശരിക്ക് യാ ഇബാദല്ല എന്നത് പുരോഹിതന്മാർ തെളിവാക്കി കൊണ്ടുവന്നപ്പോൾ കൃത്യമായി നമ്മൾ തൗഹീദ് പഠിപ്പിച്ച ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അതിന് മറുപടി കൊടുത്തു. നമ്മളൊരു മറുപടി തട്ടിക്കൂട്ടി കൊടുത്തതല്ല. മഹാനായ ഉമർ മൗലവി റഹിമഉള്ള 971 ഓഗസ്റ്റ് 3 സൽസബീലിൽ പ്രത്യേകം എടുത്തു കൊടുത്ത മറുപടി, ആ മറുപടി അനുസരിച്ചാണ് നമ്മൾ ഇന്നും പോകുന്നത്. നമ്മൾ കോഴിക്കോട് വെച്ച് ചോദിച്ചു, ഉമർ മൗലവി അന്ന് കൊടുത്ത ഈ മറുപടി അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ മറുപടി ഇപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ? ഇനി ഈ മറുപടി പ്രകാരം പോകുന്നവരാണ് ഷിർക്കിലായതെങ്കിൽ ഉമർ മൗലവി ആ ഷിർക്കിന് പിന്തുണ കൊടുത്ത് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്ത ആളാണോ? അവർ പറയട്ടെ. അപ്പോൾ അതിനിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഉമർ മൗലവി റഹിമഉള്ള ഇവർ ഇന്ന് നമ്മുടെ നേരെ നമ്മൾ ആദർശം കേടുവരുത്തി എന്ന് പറയുന്ന പോലത്തെ ആ ഒരു നിലപാട് ഉമർ മൗലവിയുടെ വിഷയത്തിൽ എടുക്കുമല്ലേ? അത് പറയട്ടെ. മൂന്നാമത്തത്, ഉമർ മൗലവിക്ക് പലതിലും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പിന്നെ ഖാദർ കരുമ്പയിൽ എന്ത് ചെയ്തു പറഞ്ഞത് നമ്മൾ കോഴിക്കോട് കേൾപ്പിച്ചു. പലതിലും തൗഹീദ് തന്നെ പറഞ്ഞു. അതെ, തൗഹീദ് തന്നെ പറഞ്ഞുകൊണ്ട് അതാരാ നോക്കണ? വിരുദ്ധനത്തിൽ അന്നും ഇന്നും എന്നും നമ്മുടെ വിശ്വാസത്തിൽ മാറ്റല്ല എന്ന് ഇപ്പം ഈ പറഞ്ഞ രീതി വെച്ച് വിരുദ്ധനത്തിൽ ലേഖനം എഴുതിയ ആളാണ് പിന്നെ എന്ത് പറയണത് ഇത്. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അത് എന്താണെന്നൊരു പറയണം. ഇനി അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കോഴിക്കോട് വെച്ച് തന്നെ നമ്മൾ കാണിച്ചിരുന്നു. പിന്നെ അംർ ബിൻ ലുഹൈ, ആര് ഇന്നത്തെ അവരെ KJUവിൻ്റെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ, ജബ്ബാർ മൗലവി റഹിമഉള്ളയെ അംർ ബിൻ ലുഹൈ എന്ന മുഷിരിക്കുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയത്. അതൊരു നിസ്സാര കാര്യമല്ല. കാരണം തൗഹീദിന് വേണ്ടി ജീവിച്ച് അധ്വാനിച്ച് പണിയെടുത്ത് പരിശ്രമിച്ച് എല്ലാം ജീവിതം മുഴുവൻ തൗഹീദിന് വേണ്ടി മാറ്റിവെച്ചൊരു മഹാപണ്ഡിതനാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് 3 കിതാബ് 3 തൗഹീദ് അഖീദ പഠിപ്പിക്കുന്ന 3 ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ. എല്ലാം പോകട്ടെ, ജബ്ബാർ മൗലവി റഹിമഉള്ള കൈവച്ച കിതാബുകളെ എണ്ണവർക്കറിയും. അത് മതി. ജബ്ബാർ മൗലവി റഹിമഉള്ള ഇവിടുത്തെ സമസ്തക്കാരെ നേരിടാൻ വേണ്ടി വായിച്ച് പരതി അടയാളം വെച്ച ഗ്രന്ഥങ്ങൾ പോലും മര്യാദക്ക് വരെ നോക്കിയിട്ടില്ല. എന്നിട്ട് ഇവരാണ് ഇത്ര അല്പത്തരം വിളിച്ചു പറയണത്. ആ ജബ്ബാർ മൗലവി റഹിമഉള്ളയെ അംർ ബിൻ ലുഹൈനോട് എന്ത് ചെയ്തു? സാദൃശ്യപ്പെടുത്തി. അതേ കാര്യം വീണ്ടും അയാൾ ആവർത്തിച്ചു. ഈ ജമിയത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ ഇവിടെ കൊടുവള്ളിയിൽ വെച്ച് അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നു, അത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? എന്താണ് അംർ ബിൻ ലുഹൈ ചെയ്ത പോലത്തെ ഷിർക്ക് ജബ്ബാർ മൗലവി ചെയ്ത് നിങ്ങൾ കാണിച്ചു തരണം. നമ്മളതാണ് ആവശ്യപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, ഇത് നമ്മൾ ചോദിക്കും തോറും ഇവർ പറഞ്ഞ അവസാനം പറഞ്ഞ അവരൊക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു. ഏത്? അതെ, കാര്യകാരണ ബന്ധവും ഭൗതികവും അവരൊക്കെ അങ്ങനെ പറയാം. അവരൊക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു. അതെ, KM മൗലവി അടക്കമുള്ളവർ മുസ്ലിയാക്കന്മാരായിരുന്നു. നമ്മൾ കോഴിക്കോട് ഇട്ടുകൊണ്ട് ചോദിച്ചു, ആ മുസ്ലിയാക്കന്മാരായിരുന്നു എന്ന് പറയുന്ന ആ വേദിയിൽ ആരുണ്ട്? ഇപ്പോഴത്തെ CD ടവർ വിഭാഗത്തിൻ്റെ പ്രഭാഷകനായി വിലസുന്ന ആളുണ്ട്. ഇതുവരെ അതിന് നമ്മളെന്ത് കാണുന്നില്ല? ഒരു കൃത്യമായൊരു തിരുത്തോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. അയാൾ വരെ മുസ്ലിയാരായിരുന്നു. അതെ, ഒരു നൂറ്റാണ്ട് കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന പണ്ഡിതന്മാരാണ് ഇത്ര അവഹേളിക്കണ വരും. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന 6ാമത്തെ ചോദ്യം അതാണ്. അത് എന്താണ് നിങ്ങൾ ആ പറഞ്ഞ അവസ്ഥയോട് നിങ്ങളെ നിലപാടെന്താണ്? എന്നാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പോൾ മർക്കസ് ദാവക്കാരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തില്ല, ഇതിൻ്റെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതല്ല, നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അവർ സ്വന്തം നിലക്ക് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അഹ്ല ഹദീസുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾക്ക് സലഫി എന്ന് പറയുന്ന പദപ്രയോഗത്തിനോട് താല്പര്യമില്ല എന്നൊരു പറഞ്ഞാണ്. അതേ അവസ്ഥയാണ് വരും. അപ്പോൾ ഇത് ഇവർ ഒന്ന് വ്യക്തമാക്കിയാൽ മതി നമുക്ക്. ഇനി അടുത്തൊരു ചോദ്യം, 7ാമത്തെ ചോദ്യം എന്താണ്? ഒരു ഉത്തരവില്ലാതെ ഉരുണ്ടുമറിയാണ്. അതാണിപ്പോൾ അത് അവരെ കാര്യകാരണ ബന്ധം, ഇതുവരെ കാര്യകാരണ ബന്ധം, മറുപടി വാദമല്ല. ഒരു ഉത്തരമില്ലാതെ ഉരുണ്ടുമറിയുന്ന, ജനങ്ങളെ കബളിപ്പിക്കുന്ന, പൊട്ടിസാക്കുന്ന അവസ്ഥയാണ് ഈ ആദർശം കൈവിട്ടു പോയപ്പോൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് നിങ്ങൾ എത്തി. അതാണ് ഞങ്ങൾ പറയുന്നത്, അട്ടിമറി നടത്തിയവർ നിങ്ങളാണ്. ഇനി അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ, പ്രമാണ ദുർവ്യാഖ്യാനം. 8ാമത്തെ പച്ചയായ പ്രമാണ ദുർവ്യാഖ്യാനം എന്ത് ചെയ്തു? ഇതിനു വേണ്ടി ഇവർ നടത്തി. ഇപ്പോൾ സൂറത്ത് ജിന്നിലെ ആയത്ത് ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നു. അതേപോലെ സൂറത്ത് ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നു.
അങ്ങനെ ദുർവ്യാഖ്യാനം നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും മർക്കസ് ദാവക്കാർ ചെയ്ത അതേ പണിയാണ്. അതേ പണി എന്ത് ചെയ്യുന്നു, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മാത്രവുമല്ല, നമ്മൾ ഈ വിഷയം ഇവർ നമുക്കെതിരെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇതുവരെ മറുപടി ഇല്ല. നമ്മൾ കാര്യമായി മറുപടി ചോദിക്കുമെന്ന് മറുപടി ഇല്ല. എന്നിട്ട് അവർക്കിങ്ങനെ എന്തെങ്കിലും തൂങ്ങി ആടാൻ പറ്റുമെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വരുത്താണ്. അങ്ങനെ വരെ വിടൂല. എന്താണ് ഇത് സാക്ഷാൽ അനീഫ കായക്കൂടി തന്നെ എഴുതി കൊടുത്ത പ്രബന്ധമാണ്. KJUവിന് ഈ വിഷയത്തിൽ ഉണ്ടായ ചർച്ച, ഇത് എന്താണോ നമുക്കിടയിലെ ചർച്ചയും കാര്യങ്ങളും അത് വെച്ച് നടത്തിയ പ്രബന്ധമാണ്. ഇതിൽ പ്രത്യേകം പിന്നെ പറയാണ്, ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെക്കുറിച്ച് വസായിലു ഷിർക്ക്, ദറായു ഷിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളെപ്പറ്റി ഇവർ വലിയ ആരോപണം നടത്തുകയാണ്. വസായിലു ഷിർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കി, അങ്ങനെ ഒരു പുതിയ സംഗതി നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ്. നമ്മൾ ചോദിക്കുന്നു, ഈ ചില പണ്ഡിതന്മാർ ആരാണ്? ഈ ചില പണ്ഡിതന്മാർ ആരാണ്? ആ ലിസ്റ്റ് ഇനിയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കട്ടെ. അവർ ഭാരതവർക്കുണ്ടല്ലോ, അപ്പം അറിയാലോ ആരാ അട്ടിമറി നടത്തിയത്, ആരാണ് ഷിർക്കിലേക്ക് അല്ലെങ്കിൽ ആരാണ് ഈ ആദർശത്തിൽ നിന്ന് വിട്ടുപോയതെന്ന് അപ്പം അറിയാലോ. അതുകൊണ്ട് ഇതാണ് അവർ സമൂഹത്തിന് ഈ ലിസ്റ്റ് ഒന്ന് പറയട്ടെ, ഈ പണ്ഡിതന്മാർ ആരാണ് എന്നത്. അദ്ദേഹം ജമിയത്തിൻ്റെ സെക്രട്ടറിയെ തുടരുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്താ ഇപ്പോൾ ലിസ്റ്റ് വേറെ എത്ര പേടി, എന്താ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല, നല്ല നിലക്ക് ചോദിക്കുകയാണ്, ഈ ലിസ്റ്റ് ആരാണ് ആ പണ്ഡിതന്മാർ എന്നൊന്ന് പറയട്ടെ. ഇനി അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നമുക്ക് കൃത്യമായ മറുപടി തന്ന ജംഇയ്യത്ത് ഇഹ്യാ തുറാസുൽ ഇസ്ലാമിയ, ആ മറുപടി നമ്മൾ പല തവണ വായിച്ചു. അത് പ്രൂഫ് പോയിന്റിൽ വായിച്ചു, കോഴിക്കോട് പരിപാടിയിൽ വായിച്ചു. പിന്നെ ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് ഹമൂദൻ നജിദി ഹഫിളഹുല്ല അദ്ദേഹം എഴുതിയ മറുപടി. ഈ മറുപടിയിൽ മിൻഹാ മാഹുവ ഷിർക്കുൻ വ മിൻഹാ മാഹുവ വസീലത്തു ഇല ഷിർക്ക് എന്ന് വ്യക്തം. മാത്രവുമല്ല, വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമ്, അഹ്ലുൽ ഇൽമിന് ഇതിനെന്തില്ല, ഖിലാഫില്ല. ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഈ ഇടപാടിൽ അതിൽ ഷിർക്കാകുന്നത്, ഷിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്, അതിൽ ഖിലാഫില്ല എന്ന് നമ്മൾ ചോദിച്ചു. ഇതുവരെ ഇതിന് മറുപടി ഇല്ല. അത് നേരത്തെ നിങ്ങൾ മുസദറായി തർക്കത്തിൽ പറഞ്ഞല്ലോ, ഉറങ്ങുന്നവരാണെങ്കിലും ഉറക്കം നടിക്കണാലും എന്താ കഴിയില്ല, ഉണർത്താൻ കഴിയില്ല. നമുക്ക് ഇതിന് മറുപടി കിട്ടിയാൽ മതി. ഈ പറഞ്ഞ കാര്യം ഇപ്പം ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഇത് ഇവർക്ക് ഈ വിശദീകരണ വേദികളിൽ വായിക്കാൻ ധൈര്യമുണ്ടോ? അത്ര മതി. ഈ വിശദീകരണ വേദികളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, ഇവർക്ക് ഇത് വായിക്കാൻ ധൈര്യമുണ്ടോ? അതേപോലെ ലജ്നത്തു ദായിമയുടെ ഇതേ മറുപടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ലജ്നത്തു ദായിമ ലോകം അംഗീകരിച്ച പണ്ഡിത സഭയാണ്. ഇവിടുത്തെ ആളുകൾ ആ നിലക്കുള്ളതല്ല, ലോകം അംഗീകരിച്ച പണ്ഡിത സഭ. അവർ വായിക്കട്ടെ. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയുടെ മറുപടി നമ്മൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇതിനൊന്നും മറുപടിയില്ല. എന്നിട്ട് ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ കുറേ കബളിപ്പിക്കലും കളവ് പറയലും അതേപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കലുമായിട്ട് എന്ത് ചെയ്യുക, ഈ 2016 അവരുമായിട്ട് ലയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അങ്ങനെ ലയിച്ചിട്ട് ഇപ്പോൾ 2 വേദിയിൽ ഇരുന്നുകൊണ്ട് ഇവർ നമുക്ക് ഷിർക്കാണ്, നമ്മൾ പ്രശ്നക്കാരാണ് എന്ന് പറയുമ്പോൾ സമൂഹം അവരെ തിരിച്ചറിയും എന്നാണ് പറയാനുള്ളത്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അൽഹംദുലില്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ കൃത്യമായ ആദർശം അത് ആർക്കും വിട്ടുകൊടുക്കാതെ, ആ പ്രമാണ നിലപാട് ആർക്കും വിട്ടുകൊടുക്കാതെ അത് തുടർന്ന് പോരുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു നൂറ്റാണ്ട് കാലത്തെ മുജാഹിദ് പാരമ്പര്യത്തെ, ഒരു 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അട്ടിമറിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൗഹീദിനെ, വിശ്വാസത്തെ, ഇസ്ലാമിൻ്റെ അടിത്തറയെ അട്ടിമറിക്കുമ്പോൾ അത് കുറേ അപകടങ്ങളിലേക്കാണ് എത്തുക. അപ്പോൾ ഈ ഒരു അട്ടിമറിയിലൂടെ ശരിക്കും ഈ വിഭാഗങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങൾ എന്ത്? ഇതിൽ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഭൗതിക ലാഭങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രസ്ഥാനങ്ങൾ അവരുടെ നയങ്ങൾ മാറ്റുക എന്നുള്ളത് കേരളത്തിൽ പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ ഔലിയാക്കളുടെ മദ്ഹ് പറയുന്നിടത്തും മറ്റൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് എന്താക്കിയതാണ്, ഓരോ ഉലമാക്കൾ കൊടുത്ത കത്താണ്. ഇത് സത്യത്തിൽ സമസ്തൻ്റെ ഒരു നയം മാറ്റാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ്, പുതിയ ഭരണഘടന. ആ ഭരണഘടനയിലൂടെ അവരുടെ ആദർശത്തെയാണ് എന്താക്കിയത്, മാറ്റിയത്. ഏകദേശം 70 കൊല്ലത്തെ പാരമ്പര്യത്തെ മൊത്തം ഒഴിവാക്കി. പിന്നെ അവസാനം ഇപ്പോൾ ഈ പറഞ്ഞ വിവരമുള്ളവൾ എന്നൊക്കെ പറഞ്ഞ്, ബോഷന്മാരല്ല എന്നൊക്കെ പറഞ്ഞ്, അന്ന് ജിന്ന് ഭൗതികമായിരുന്നില്ല, എന്നാൽ
പിന്നീട് വിചിന്തനത്തിൽ കണ്ടത് 2013 എത്തിയപ്പോൾ ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ എന്ന രൂപത്തിലാണ് എന്താക്കുന്നത് പിന്നെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചില വ്യക്തിലാഭങ്ങളും മറ്റും കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിലൂടെ ഒന്ന് സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിർക്കല്ലാത്ത കാര്യങ്ങൾ ശിർക്കാണെന്ന് പറയും. ചില ആളുകൾ ഇപ്പോൾ ചില എന്താണ് പറയുക യൂട്യൂബിലും മറ്റൊക്കെ വരുന്ന മൗലവിമാർ തൗഹീദുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ് മുശരിക്കാണെന്നാണ്, കാഫിറാണെന്നാണ്, മുർത്തദ്ദാണെന്നാണ്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ്റെ നേരെ അയാൾ കാഫിറാണെന്ന് പറയണമെങ്കിൽ അതിന് കുറേ ഷർത്തുകളുണ്ട്, അതിന് കുറേ മവാനിയകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ അടുത്ത് പോയിട്ട് എന്താക്കേണ്ടതുണ്ട്, നിങ്ങളിത് എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഫത്വ എടുക്കണ മുഫ്തിമാരെങ്കിലും ഒന്ന് ഓല അങ്ങോട്ട് നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ തെവീലിന് വകുപ്പുണ്ടോന്നൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അറിയാതെ ഒരു റൂമിലാണ്ട് ഇരുന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ അവർ പറയണം എന്തുകൊണ്ടാണ് കാഫർ എന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ് മുർത്തദ് എന്ന് പറഞ്ഞത്, മുശ്രിക്ക് എന്ന് പറഞ്ഞത്. കാരണം ഇതിപ്പോൾ തീരുന്ന പ്രശ്നമല്ല. ഒരാൾ കാഫിറാകുന്നതോടുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സംഘടനാ പ്രശ്നമല്ല. മർക്കസുദാവ വിഭാഗമാകട്ടെ, KNM ആകട്ടെ, ആരാകട്ടെ, അവിടെ കൂട്ടത്തിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിപ്പിച്ച ആളുകളുണ്ടാവും. കാഫിറായി പ്രഖ്യാപിക്കുന്നതോടുകൂടി പിന്നീട് ആ ബന്ധം എന്താണ് തൊലാക്കായി മാറുക. എന്നിട്ട് ഇവർ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എന്താക്കണം ചർച്ച ചെയ്യേണ്ട വേറെ വിഷയം. ഞാൻ അങ്ങോട്ടൊന്നും കടക്കണില്ല. എത്രത്തോളം ഈ പറഞ്ഞ സെക്രട്ടറി ഏത് പണ്ഡിത സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം മഹാനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലയെ അംറുബിനുൽ ലുഗയ്യിനോട് വിശേഷിപ്പിച്ചപ്പോൾ അതിന് ഒരു അരവരി തെളിവ് കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അയാൾ ഇവിടുത്തെ സൂഫിൻ്റെ മുമ്പ് പോയിട്ട് എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ് സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ് മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്ന ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളെ പണി. എങ്ങേപ്പുറത്ത് വന്നിട്ട് അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്, അവർ മുർത്തദ്ദാണെന്ന് മുശ്രിക്കാക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം ഇതേ സംവാദത്തിൽ തന്നെയാണ് പറയുന്നത് കാണാൻ കഴിയും. അഥവാ ഇപ്പോൾ അബൗദികമായ മാർഗത്തിൽ സഹായം തേടിയാൽ അത് ശിർക്കാകുമോ? അത് വിശ്വസിച്ചാൽ ശിർക്കാവില്ല, തേടിയാലേ ശിർക്കാവുള്ളൂ. ലോകത്ത് ഇന്ന് വരെ ഒരു ആലിമും പറയാത്ത വർത്താനാണ്. എന്നിട്ടല്ലേ ഒരു ഉലമ സംഘടനയുടെ സെക്രട്ടറി അയാൾ പറയാം. അവിടെ നമ്മൾ ഇതിൻ്റെ ഗൗരവത്തിലേക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എഴുത്തിക്കാത് വിശ്വാസം അഥവാ അള്ളാഹു അല്ലാത്തവർ അഭൗതികമായി സഹായിക്കും, ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. അയാൾ തേടേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത് പോലെ സഹായിക്കുന്നതാണ് അള്ളാഹു അല്ലാത്തവർ അബൗദികമായി സഹായിക്കുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലക്ക് ഷിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ മുശ്രിക്കാണെന്നും അല്ലെങ്കിൽ മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന ആളെപ്പോലെയാണെന്ന് പറഞ്ഞ അവസാനം ഷിർക്ക് പച്ചയായിക്കൊണ്ട് പറയുന്ന, അതിന് തൗഹീദിൻ്റെ വേദി ഉപയോഗപ്പെടുത്തേണ്ട ദാരുണമായ അവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ ഇതിവിടെ ഒന്നും എന്താക്കാൻ പോണില്ല, അവസാനിക്കുന്നില്ല. ആത്മാർത്ഥമായി തൗബ ചെയ്യാത്തിടത്തോളം കാലം അവരൊക്കെ കാര്യം മഹാ അപകടമാണ് എന്ന് മാത്രമാണ് നസീഹത്തിൻ്റെ ഭാഷയിൽ സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ ആദർശപരമായ ഈ ഒരു അട്ടിമറി അവിടെ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പ്രൂഫ് പോയിന്റിൽ പറഞ്ഞതാണ്. ഒരു നൂറ്റാണ്ട് കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെ മൊത്തം, അഥവാ വക്കമൗലവി മുതൽ ഇങ്ങോട്ട് കെ മുതൽ ഇങ്ങോട്ട് KP അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള ഒരു കാലഘട്ടത്തിലെ മുഴുവൻ നേതൃത്വവും അവരൊക്കെ പഴയ മുസ്ലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അവരുടെ പാരമ്പര്യത്തെ ഭയപ്പെടുന്നത് പോലെ മർക്കസ് ദാവയൊക്കെ തുറന്ന് പ്രഖ്യാപിച്ചതുപോലെ ഇവർക്കും പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നത് നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്.
ഏതായാലും മുജാഹിദ് പ്രസ്ഥാനം അൽഹംദുലില്ലാ ഈ ഒരു ശരിയായ ഈ മുൻഗാമികൾ പഠിപ്പിച്ച ഈ തൗഹീദിൻ്റെ മാർഗത്തിലൂടെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അഭിമാനപൂർവ്വം നമുക്കിവിടെ പറയാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ.